നമസ്കാരം ഗൈസ്. ഐ നോബഡി. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന അല്ലെങ്കിൽ ഒരു മലയാളം മൂവീസിൻ്റെ റിവ്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളോ ഒരു യൂട്യൂബറോ ഒന്നുമല്ല. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഈ പടം, അതായത് ഐ നോബഡി കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയാണ്. പ്രമുഖ യൂട്യൂബ് ചാനൽസ് നടത്തുന്ന ആൾക്കാർ, റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ആലോചിക്കുകയാണ്, ശരിയാണ്, ഇപ്പം അവർ കുറ്റം പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കാണുക. കുറ്റമാണല്ലോ ആൾക്കാർ കൂടുതൽ കേൾക്കാൻ താല്പര്യം, അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം ഒരു മൂവീനെ ഒരു 10-15 മിനിറ്റ് കൊണ്ടുള്ള ഒരു റിവ്യൂ കൊണ്ട് ഇപ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച്, ഇപ്പം നിസാം ബഷീറിനെ പോലെ ഒരു നല്ലൊരു ഡയറക്ടർ, അല്ലെങ്കിൽ സമീർ അബ്ദുൽ നല്ലൊരു റൈറ്റർ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയില്ല, നിസാം ബഷീർ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഷാക്ക് മൂവിയുടെ ഡയറക്ടറാണ്. മൂപ്പരെ പോലെയുള്ള നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല രീതിയിലുള്ള ഒരു കൺസെപ്റ്റും നല്ലൊരു രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ഒക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പടം നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ് ഐ നോബഡി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു തലത്തിലുള്ള മൂവിനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കീറി മുറിച്ച് പടം ഒറ്റ മനുഷ്യനും തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത രീതിയിലാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ കണ്ടു. അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. കാരണം ഞാൻ ഇന്നലെയും മൂവി പോയി കണ്ടു. ഈ മൂവി കാണുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പടം കൊള്ളാലോ, ഐ നോബഡി, പൃഥ്വിരാജിൻ്റെ കുറച്ച് നാൾക്ക് ശേഷം ഒരു ഫാമിലി തലത്തിലുള്ള ഒരു മൂവി വരണേ, കൊള്ളാം. പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഓക്കെ. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പം അടിപൊളി, ട്രെയിലർ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട്, അതായത് നമുക്ക് പടത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിലർ, വെറൈറ്റി കൺസെപ്റ്റിലുള്ള ഒരു പടമാണെന്ന് തോന്നി. എല്ലാവർക്കും അറിയാലോ, ബേസിക്കലി ഒരു ഹേസ്റ്റിനെ ബന്ധപ്പെട്ടാണ് ഈ പടം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചുമ്മാ ആൾക്കാർക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ, നമ്മളെല്ലാവരും റിവ്യൂസ് കാണുന്ന ആൾക്കാരാണല്ലോ ഇപ്പം. അപ്പം ഞാൻ ചുമ്മാ ഒരു 2-3 യൂട്യൂബ് ചാനൽസിൽ ഇതേപോലെ റിവ്യൂ കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ പറയണത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, പടം ഫ്ലോപ്പായിരിക്കും, അല്ലെങ്കിൽ പടം കൊള്ളിലായിരിക്കും. അപ്പം എൻ്റെ ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ മൊത്തം പോയിട്ടോ. എന്നുവെച്ചാൽ പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരെയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആൾക്കാരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, നിങ്ങളെല്ലാവരും റിവ്യൂസ് കാണുന്ന ആൾക്കാരെയൊക്കെ തന്നെയാണ്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പൈസ പോയി, പടം എന്നാലും നമുക്കൊന്ന് പോയി കണ്ടേക്കാം, എന്തായാലും ടിക്കറ്റ് എടുത്തേക്കാം. അപ്പോൾ എക്സ്പെക്ടേഷനൊക്കെ പോയിട്ട് പടം കൊള്ളിലായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ പടം കാണുന്നത്. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ മൂവീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനും. എല്ലാ മൂവീസും ഇറങ്ങുന്ന അന്ന് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ ഈ പടം കാണുന്നതിന് മുന്നേയുള്ള ഇങ്ങനെയുള്ളൊരു ഫീലിങ്ങും, പടം കണ്ടതിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയത്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായമല്ല വേറൊരാളുടെ, അയാളുടെ അഭിപ്രായമല്ല വേറൊരാളുടെ, അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരുടെയും മൈൻഡ് വെച്ചിട്ട് ചിന്തിപ്പിക്കുന്ന, പല ആൾക്കാരും പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ്. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ചില ആൾക്കാർക്ക് സ്റ്റോറി മനസ്സിലായിട്ടില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ചിരിച്ചും അല്ലെങ്കിൽ പടത്തിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ആൾക്കാർക്കിത് ശരിക്കും ആൾക്കാരിലൊക്കെ ഇറങ്ങി ചെന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവർ ഈ മുന്നേ റിവ്യൂസ് കണ്ടിട്ട് മുൻവിധിയോടെയാണ് ഇവർ വന്ന് പടം കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി അങ്ങനെയാണല്ലോ. ഇപ്പം ഒരു 3-4 ആൾക്കാർ നിന്ന് ഒരു പടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വേറൊരാളെ പറ്റി കുറ്റം പറയുന്നതായിട്ട് കഴിഞ്ഞാൽ, ഈ 3-4 ആൾക്കാർ നിന്ന് പറയുന്നതിനകത്ത് ഒരാൾ എന്ന് വേറെ ആളോട് എന്ന് പറയും, അല്ലെങ്കിൽ ഇത് കേട്ട് നിൽക്കുന്ന ഒരാൾ വേറൊരു ആൾക്കാർ അല്ലെങ്കിൽ വേറൊരു ഗ്യാങ് ഓഫ് ആൾക്കാർ എന്ന് പറയും. പടം കൊണ്ടിടാ ഒരു കാശും കൂടുതൽ, വെറുതെ പൃഥ്വിരാജിനെയും അല്ലെങ്കിൽ പാർവ്വതി കൊണ്ടുവന്നിട്ട് വെറുതെ ഒരു പടം ഒരിക്കലും അല്ല ഗൈസ്. ഈ പടം എല്ലാവരും പോയി കാണണം. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും പടം ഫീൽ ചെയ്യുക. ഞാൻ ഈ പടം ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട്, അതായത് പലരും റിവ്യൂ കേൾക്കുമ്പം അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഹാഫ് പടം ഒരുപാട് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യിപ്പിക്കും, സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും. പിന്നീട് സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് പടം കൊള്ളില്ല, നമ്മൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ്, പടം അത്രയ്ക്കങ്ങാട് എത്തിയില്ല, ആൾക്കാരിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശം എത്തിയില്ല. ഒരിക്കലും അല്ല കേട്ടോ. കാരണം ഈ പടത്തിന് വേറൊരു തലത്തിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു സാധനം ഈ മൂവിയിലുണ്ട്.